ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഇതിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ടൈം മാനേജ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എൻ്റെ ഗാർഡൻ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. അന്നത്തെ ദിവസം രാവിലെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇക്ക മോനെ മദ്രസയിൽ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ടിതാ ഞാൻ ടി വിയിൽ ഖുർആൻ വെക്കുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഖുർആൻ ഓതിയിട്ട് പണിയെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. എൻ്റെ ഖുർആൻ പാരായണം അന്നത്തെ ദിവസത്തെ കഴിയും, എൻ്റെ വീട്ടിലത്തെ എല്ലാ ജോലികളും കഴിയും. അങ്ങനെ അപ്പോൾ ഇതിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലില്ലേ നമ്മളെ ലൈഫിൽ എല്ലാ പണികളും തീർത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒരുപാട് ടൈം കിട്ടും കേട്ടോ. കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഗാർഡൻ ക്ലീനിങ്ങിലെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഉച്ചക്കുള്ള ഫുഡും രാവിലത്തെ ഫുഡെല്ലാം ഒരുമിച്ച് റെഡിയാക്കി എടുക്കലാണ്. ഇന്നില്ലേ ബീട്രൂട്ട് വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇല്ലേ ഇത് ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ സൈസിലുള്ള ബീട്രൂട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അതുപോലെ തന്നെ അരമുറി തേങ്ങ, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, പിന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്കില്ലേ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും കൂടി വേണം. ഞാനിപ്പോൾ ഇടാനും മറന്നുപോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പുളിവെള്ളം വന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പുളി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇന്നാണെങ്കിൽ എൻ്റെ കയ്യിലും മസാല ദോശേൻ്റെ മാവുണ്ട്, ഇഡ്ഡലി മാവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തട്ടുദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ ചട്നി ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് അടുപ്പത്താണ് കുക്ക് ചെയ്യുന്നത്. ഓരോരു സമയത്തില്ലേ അടുപ്പത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം വെളിച്ചെണ്ണയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച ബീട്രൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല പുളി ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ പുളിവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലോണം നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ മിക്സാക്കി എടുക്കുക. ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചച്ചോവ ഉണ്ടാവില്ലേ, അതെല്ലാം പോകുന്നത് വരെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഒന്ന് കുറുകി വരുന്നത് വരെ മിക്സാക്കി എടുക്കുക. ഇതാ ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറയില്ലേ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടല, ചേന, അതുപോലെ പച്ചക്കായ് അതെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിനാലില്ലേ പുളിക്ക് പകരം തൈര് ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത ശേഷം വേണം കേട്ടോ തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബീട്രൂട്ട് പച്ചടി ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ തട്ടുദോശയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസംബർ ടൈമിലില്ലേ ഇങ്ങനെ അടുപ്പത്തെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഫോന് കറണ്ട് എല്ലാം ഫ്രീ അല്ലേ, പിന്നെ എന്തിനാ അടുപ്പത്തെല്ലാം കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഒരു മെൻ്റൽ പീസ് കിട്ടുന്നല്ല, എന്താ പറയുക, ഒരു സമാധാനം കിട്ടുന്ന പോലത്തൊരു ഫീലാണ് ഇങ്ങനെ അടുപ്പിലെല്ലാം ഫുഡ് ഉണ്ടാക്കലും. പ്രത്യേക ടേസ്റ്റ് അല്ലേ അടുപ്പത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ഓരോ തട്ടുദോശയായിട്ട് അങ്ങനെ ചൂടോടെ ഉണ്ടാക്കുന്നത് അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. പിന്നെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ തട്ടുദോശ മൊത്തത്തിൽ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഞാനില്ലേ ഇന്ന് മുറ്റത്തിറങ്ങണമെന്ന് വിചാരിച്ച ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം തന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കും. ഗാർഡൻ ക്ലീനിങ്ങിന് കുറേ ടൈം എടുക്കുമല്ലോ എന്തായാലും. അപ്പം ആഴ്ചക്ക് ഏച്ചി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ടീം തന്നെ വരും കേട്ടോ. അതും മാസത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരുന്നത്. പിന്നെ ഏച്ചി വരും ആഴ്ചക്ക്. പക്ഷേ എന്തായാലും ഡെയിലി എന്ന് പറയുന്ന പോലെ എന്തായാലും ഇലകളും കാര്യങ്ങളും വീണിട്ടുണ്ടാവും, മുറ്റം വൃത്തികേടായിട്ടുണ്ടാവും. പിന്നെ കോഴിക്കൂടും ഉണ്ടായതുകൊണ്ട് നല്ലോണം കച്ചറായിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി അങ്ങനെ ഇറങ്ങണം. ഞാനിപ്പോൾ ഡെയിലി ഒന്നും ഇറങ്ങലില്ല, 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ടൈം കണ്ടെത്തിയിട്ട് ഇറങ്ങലുണ്ട് കേട്ടോ. എന്നാലാണ് നമ്മൾ വീടും മാത്രം വൃത്തിയായിട്ട് കാര്യമില്ലല്ലോ, പരിസരം കൂടി വൃത്തിയാണ്ടേ. ഞാനില്ലേ ദോശൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തലേദിവസം ഉണ്ടാക്കിയ സാമ്പാറുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കായിരിക്കും, ഒരു 12 മണിക്കായിരിക്കും ഫുഡ് ഉണ്ടാക്കാൻ പോവുക. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡൻ ക്ലീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ വേഗം തന്നെ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി പണികളെല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലാണ്.
ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളവും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നില്ലേ ഞാൻ പ്രഥമനെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ റെസിപ്പി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാര്യം വീഡിയോ കൂടുതൽ ലെങ്തി ആവും. എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, എന്താ പറയുക, ചെറുപയർ പരിപ്പിനെ കൊണ്ട് ഉണ്ടാക്കാൻ ഒന്നുമില്ല. ചെറുപയർ പരിപ്പ് ഉണ്ടാവില്ലേ, അത് 1 കപ്പോ 2 കപ്പോ എടുക്കാം. എന്നിട്ട് അത് നല്ലോണം ചൂടാക്കിയെടുക്കാം. ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് 1.5 കപ്പ് വെള്ളത്തിലെ അത് 2 3 വിസിൽ വരെ നല്ലോണം വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതിയാവും. ഇപ്പോൾ കുക്കറിൽ ഞാൻ ചെറുപയർ പരിപ്പില്ലേ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പറില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കടല, ചേന, പച്ചക്കായി എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. കുറച്ച് മുളക് പൊടിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അത് ഞാനില്ലേ വറവിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കില്ലേ അരമുറി തേങ്ങ, ചെറിയ ജീരകം, വലിയ ജീരകം, ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കൂട്ടുകറി റെഡിയായ കറികളായിട്ട് എന്താ പറയുക, ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ മുട്ട ഓംലേറ്റും മത്തിയുണ്ട്, അതും കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മത്തിയെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതാ മുട്ടയും കൂടി ഞാൻ ഓംലേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയമില്ല, അപ്പുറത്ത് ചേച്ചിമാർ അലക്കുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ ചേച്ചിമാർ എന്നോട് അധികം ചോദിക്കലുണ്ട്, ആദ്യമെല്ലാം ചോദിക്കലുണ്ട് ആരാ മുറ്റത്ത് നലക്കുന്നതെന്നല്ല. അതിൽ അപ്പുറത്തെ ചേച്ചിമാർ അലക്കുന്ന സൗണ്ട്. ഇവിടെ കോട്ടയാട് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല എല്ലാ സൗണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ അതിനിടയിൽ ഞാൻ എന്താ പറയുക പ്രഥമനും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പ്രഥമനെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടെന്ന്. കുക്കറിൽ വേവിച്ച ആ ഒരു പയറില്ലേ ഞാൻ ഉരുളിയിലേക്ക് മാറ്റിയിട്ടില്ലേ, അതിലേക്ക് വെല്ലയില്ലേ ശർക്കര നല്ലോണം ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ളത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളക്കുന്ന ടൈമിൽ 2 തേങ്ങ വേണം, അതിൻ്റെ 2ാം പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക. എന്നിട്ട് നല്ലോണം കുറുകി വന്നതെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്കില്ലേ നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. ഗീല് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കാം, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. പിന്നില്ലേ ഞാൻ രാവിലെ തന്നെ എന്താ ചോറെല്ലാം വിളമ്പുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുറ്റത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും മടി പിടിക്കും, നമ്മൾ ടയർഡാവുമല്ലോ. അന്നേരം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും മൂടുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാം. ഒരു നേരത്തെ ചോറിന് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാലല്ലേ, വെറൈറ്റി അല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഈ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കറിൻ്റെ ആവശ്യം വരില്ല. എല്ലാം കൂട്ടിക്കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാനതവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിന്. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഉച്ചക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ കഴിയൂല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ. പിന്നില്ലേ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാലില്ല, എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തലേ ദിവസം നല്ല ക്ലീനുള്ള വീട് കാണുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നും. ഇല്ലയെന്നുണ്ടെങ്കിൽ വീട് അലങ്കോലമായിട്ട് കാണുമ്പോൾ എനിക്ക് ഒരിക്കലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം നാളെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയ
ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം എന്താ പറയുക തലേ ദിവസം വീടെല്ലാം ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്ലാസ് ക്ലീനിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇല്ലേ എല്ലാ ഗ്ലാസും എല്ലാ ബെഡ്റൂമിൻ്റെ എല്ലാം മിറർ ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് തുടക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലത്തെ പണിയെല്ലാം ക്ലീൻ ആയി കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കിടന്നെണീച്ചപാടെ തന്നെ വിരിച്ചു വെക്കും. അതുകൊണ്ട് ആ പണിയും ഉണ്ടാവില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. രാവിലെ എണീച്ച് കഴിഞ്ഞാലില്ലേ നമ്മൾ വീട്ടിലത്തെ എല്ലാ പണികളും നമുക്ക് തീർന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ടൈം ടു ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പിന്നെ ടെൻഷനായിട്ട് ഉണ്ടാവില്ലേ. പ്രത്യേകിച്ചും ഇപ്പം എക്സാമെല്ലാം വരാൻ പോകുന്ന ടൈമല്ലേ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, എല്ലാ പാരൻസിനുള്ള ടെൻഷൻ തന്നെ ആയിരിക്കും കുട്ടികളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ചും വീട്ടിലെ ജോലികൾ ചെയ്യുക, കറക്റ്റ് ടൈം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ്, പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം ആകുമ്പോൾ മൊത്തത്തിൽ ഞാൻ ബിസി ആയിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും കുട്ടികൾക്ക് കറക്റ്റ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെയല്ല ഞാൻ ചിന്തിക്കലുണ്ട്. ചില പാരൻസ് എല്ലാം പറയലുണ്ട് മക്കളെ ഇരുത്തി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് തലയിൽ കയറും, എക്സാമിൻ്റെ എല്ലാം ടൈം ആകുമ്പം ഭയങ്കര ടെൻഷനാണെന്നല്ല. എനിക്കും അങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ എക്സാമെല്ലാം എടുക്കാനായാലും പാരൻസ് ആയാലും കുട്ടികളായാലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമായിരിക്കും. അന്ന് പ്രിപ്പയർ ചെയ്യാനേ ഉണ്ടായിട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ കൊടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ എന്നല്ലോ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ആയാലും നമുക്ക് ടൈമുണ്ട്. ക്ലാസ്സിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ 10-30 കുട്ടികളുണ്ടാവും. എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കാൻ ടീച്ചേഴ്സിന് കഴിയണമെന്നില്ല. എൻ്റെ മോൾക്കില്ലേ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓൾക്ക് അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ സ്കൂളിൽ കൊടുക്കുന്ന എല്ലാ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപരി കുട്ടികളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്തിലാണോ പിന്നോക്കമുള്ളത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളാണ് കേട്ടോ ഇൻ്റർവെല്ലിൽ കൊടുക്കുന്നത്. Which are the different types of accounting? Management accounting, cost accounting, finance accounting, tax accounting, social accounting. Okay, very good. Good job. ഇവർ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പിൽ കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീഡിങ് റൈറ്റിംഗ് ആയ ഇതിലെന്തെങ്കിലും ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഒരു 30-40 ദിവസം കൊണ്ട് അത് എന്നിട്ട് ഇവർ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ആദ്യം ആ ഒരു ബേസിക് ഇഷ്യൂ അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാര്യം ഒരു കുട്ടീൻ്റെ ബേസിക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഇവർ കുട്ടീൻ്റെ ബേസിക് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. നമുക്കിപ്പം ബേസിക്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ സിലബസ് ഓൺലി ക്ലാസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ മാത്സും സയൻസും ആണ്. ഇപ്പം നമുക്ക് ഏത് സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ഒരു ക്ലാസ്സസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, എക്സാംസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്, പിന്നെ ഓരോ ടേംസ് എക്സാം കഴിയുമ്പോഴും ഓൺലൈനായിട്ടുള്ള പാരൻസ് മീറ്റിങ്ങും ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ അക്കാദമിക് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഒരു അക്കാദമിക് കലണ്ടറെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കുട്ടിക്ക് ട്യൂറ്റർ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇവർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കാര്യം ഞാൻ ഇടയ്ക്കെല്ലാം വന്നിട്ട് ശ്രദ്ധിക്കുക, ഓളെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസേഴ്സ് പറയും. അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. നമ്മളെ കുട്ടികൾക്ക് ഒരു പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുക, കുട്ടികളെ 1-to-1 ക്ലാസ് കൊടുക്കുക എന്നെല്ലാം പറയുമ്പം അവരെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്നെല്ലാം പറയുമ്പം ഭയങ്കര ആശ്വാസമുള്ള ഒരു കാര്യമല്ലേ. അപ്പം നമ്മൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റഡീസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡീസിൽ വീക്കായ കുട്ടികൾക്ക് തന്നെ വേണമെന്നില്ല, ഒന്ന് ഹെൽപ്പ്, കുട്ടികൾക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലേ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻസ് എല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവെൽ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താ ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് പ്രിപ്പയർ ചെയ്യാണ്ട് കുട്ടികൾക്ക് ട്യൂഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്തോ. ഡീറ്റെയിൽസ് ഞാനില്ലേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. നമ്മളെ കുട്ടികളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നിൽ ഈ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അന്നേരം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബസ്സിൽ പോകുന്ന ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിന്. ആ ബസ്സിൽ ചെറുതായിട്ടൊരു പാട്ട് വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് വന്ന് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാൻ കട്ടാക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ വോയിസ് മൊത്തത്തിൽ എഡിറ്റിങ്ങിൽ കട്ടായിപ്പോയി. അപ്പോൾ അത് വീണ്ടും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ടൈമാവും. കാര്യം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഒരു 5:30 മണിയാലുണ്ട്. അപ്പം അന്നേരം തന്നെ വീഡിയോ ഇടണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കുറച്ച് പേര്. സോറി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5:30 മണിക്ക് വീഡിയോ പ്രൈവറ്റ് ആക്കി വീണ്ടും ഞാൻ അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് കുറേ ടൈമാവും. അപ്പം ഇല്ലേ എൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടാവും, പിന്നെ അതെല്ലാം കഴിഞ്ഞൊക്കെ വരുന്ന ടൈമാവും, പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈം, അതെല്ലാം ആകുമ്പം എനിക്ക് ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലാത്ത പോലെയാവും. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലേ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഉമ്മയല്ലേ,
എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. പിന്നെ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വോട്ടിൻ്റെ ദിവസമായതുകൊണ്ട് ഇക്കാക്കും മക്കൾക്കും ലീവാണ് ഉണ്ടായിട്ടുണ്ടായിന്. ഇക്കാക്കും മക്കൾക്കും ലീവുള്ള ടൈം ഞാൻ ഒരിക്കലും വീഡിയോയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഇക്കലും ഇഷ്ടമല്ല. ഒരു ഫാമിലി ടൈമിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്യാണ്ടത്. എന്തായാലും ഇന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുറ്റം ഏകദേശം അടിച്ചു വാരി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഭാഗത്തിൽ ഗ്രാസ് കട്ടിങ് നമ്മൾ കഴിഞ്ഞില്ലേ, ഒരാഴ്ച മുമ്പേ ഗ്രാസ് എല്ലാം കട്ട് ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റ് ഇതുപോലെ വലിയ രീതിയിൽ എന്താ പറയുക പുല്ലിങ്ങനെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ അത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മൾ വിരിച്ച ഗ്രാസ് ഉണ്ടാവില്ലേ, അത് വളർന്നു വരുന്ന സമയമാകുമ്പോഴേക്ക് ഇത് വലുതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കിൽ 2 ദിവസം കൂടുമ്പം തന്നെ ഇത് വലുതാവും. അപ്പോൾ ഇതിങ്ങനെ പറിച്ചിട്ട് തന്നെ കളയണം. കൂടും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി എടുത്ത് ആ ഒരു ഭാഗമെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പിൽ ഈ ബൊഗൻവില്ലിക്ക് എന്താ പറയുക ഫെർട്ടിലൈസർ കൊടുക്കലാണ്. ഇതിൽ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ലിക്വിഡായിട്ട് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്. ഈ ഒരു മാസം കടലപ്പിണ്ണാക്ക്, വേപ്പിംഗ് പിണ്ണാക്ക്, ചാണകം ഇതെല്ലാം പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കലുണ്ട്. സാധാരണ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നല്ലോണം ഫ്ലവർ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം തെങ്ങിൻ്റെ ഓലയില്ലേ മൊത്തത്തിൽ കവർ ചെയ്തിട്ടാന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലവർ ചെയ്തിട്ടുമില്ല. ഞാനങ്ങനെ പറയലാന്ന് നിൽക്കാനോട് ഇപ്രാവശ്യം തേങ്ങ വരയ്ക്കുന്ന ടൈം ആ ഒരു ഓല ജസ്റ്റ് ഒന്ന് കുത്തിക്കളഞ്ഞു കൊടുക്കണം, എന്നാലേ വെയിൽ കിട്ടുമെന്ന്. ഇനിയിപ്പം തേങ്ങ പറിക്കുന്നവരെ കത്തിക്കാൻ കഴിയില്ല, തേങ്ങ പറിച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാവില്ലേ അത് അടിച്ചു കൊടുക്കലാണ്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. പക്ഷേ ഇപ്രാവശ്യം ഫ്ലവർ ചെയ്യുമെന്ന് അറിയില്ല. കാര്യം ഈ ബൊഗൻവില്ലക്ക് നല്ലോണം വെയിൽ വേണം. അതുപോലെ തന്നെ അത്ര വെള്ളമൊന്നും വേണ്ട അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ സെൽഫായിട്ട് വാട്ടർ ചെയ്യുന്നതാണ് നമ്മൾ ഗാർഡനിൽ മൊത്തത്തിലുള്ളത്. അപ്പം ബൊഗൻവില്ലക്കും വെള്ളം വരുന്നുണ്ട്. അപ്പം വെള്ളം വേണ്ട ഈ ഒരു ടൈമൊന്നും. ഒരു 3-4 ദിവസം കൂടുമ്പോൾ മാത്രം ബൊഗൻവില്ലക്ക് വെള്ളം മതി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഫ്ലവർ ചെയ്യാണ്ടെന്നെ. ബാക്കിയുള്ള ഭാഗത്തുള്ളതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതില്ലേ അതും ഫ്ലവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എല്ലാത്തിനും അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്.
പിന്നെ ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഈ മാവ് മുറിച്ചുകൊണ്ട് തന്നെ നല്ല വെയിൽ, എന്താ പറയുക, നല്ല വെയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടില്ലേ, ആ ഒരു ചെടിക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അതിൽ ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം ഇൻഷാ അല്ലാഹ് ഫ്ലവർ ചെയ്യുമെന്ന്. മാർച്ചിലാകുമ്പോൾ നല്ലോണം ഫ്ലവർ ചെയ്യുമേ. എന്നാൽ ഈ ഒരു ടൈമെല്ലാം ഫ്ലവർ ചെയ്യേണ്ടതാണ്, എന്താണെന്നറിയില്ല, വന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളിൽ വീട് മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ പരിസരവും കൂടി വൃത്തിയാകുമ്പോൾ ആണ് അത് അടിപൊളിയായിട്ട് മാറുക. അപ്പോൾ അതിനും കൂടി നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മളെ മനസ്സിനും കൂടി നല്ല സംതൃപ്തി കിട്ടുന്ന കാര്യമാണ്. പിന്നില്ലേ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇൻഷാ അല്ലാഹ് നമ്മളൊരു യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. ഏതാണെന്നെല്ലാം ഡേറ്റ് എടുക്കാനൊക്കെയാൽ പറയാം കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോകും മുമ്പേ വീടെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുക, തിരിച്ച് വരുമ്പോഴേക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നെല്ലാം പണ്ടത്തെ എൻ്റെ വീഡിയോയിലെല്ലാം കാണലുണ്ട്. അങ്ങനത്തെ വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് എല്ലാം ചെയ്യുമോ എന്ന് ചോദിക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നതിനുള്ളിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. പിന്നെന്താ, നല്ല ഭംഗിയുള്ള സൽവാറാണല്ലോ, എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. നമ്മളെടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ആക്കാം. അതുപോലെ തന്നെയില്ലേ ഷാൾ എങ്ങനെയാടുന്നത്, മൊത്തം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകുന്നതിനുള്ളിൽ വീഡിയോ ചെയ്യുക. അത് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഷാളിടൽ. പണ്ടെല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് അല്ലാന്നുണ്ടെങ്കിൽ 3/4 എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെയാണ് സ്ലീവ് ഇടുക. ആ ടൈമെല്ലാം ഞാനിങ്ങനെ വലിയ കോട്ടൺ ഷാൾ എടുത്തിട്ട് ഇങ്ങനെ പുതച്ചിട്ടാണ് ഇടുക. അന്നേരം എല്ലാം മീൻ വിൽക്കാനെല്ലാം ചേച്ചെല്ലാം വരുമ്പം പറയും, എന്തിനാ മുളമൂക്ക് മുടിയില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഷാൾ ഇടുന്നത് ചോദിക്കലുണ്ട്. അന്നേരം ഉമ്മ അറിയും ഒക്കെ നല്ല വലിയ മുടിയുണ്ട്, പക്ഷേ ഒക്കെ ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് നടക്കാനേ ഇഷ്ടമാണ്. അതെൻ്റെ ചെറുതിലേ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതലേ എന്നെ കാണുന്നവർക്ക് അറിയുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവും സ്കാർഫും തന്നെയാണ് ചെറുതിലേ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുക. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷാളൊന്നും ഇട്ടൂലേ, ഇങ്ങനെ പുറത്താകുമ്പോൾ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് അങ്ങനെ. കണ്ടില്ലേ, നമ്മൾ മുഹമ്മദ് കളിപ്പിച്ച കോഴിയാണിത്. മാഷാ അല്ലാഹ് ഇപ്പം കുറച്ച് വലുതാകാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ എന്താ പറയുക, കുറച്ച് പനി പോലെ ഉണ്ട്. എന്താ പറയുക, കോഴിക്ക് പനി, ഈ ഡിസംബർ ടൈം പനി വരുമെന്നെല്ലാം പറയലുണ്ട്. അപ്പം ഞാനില്ലേ തുളസി, പിന്നെ ഒരു എന്താ പറയുക പനിക്കൂർക്കാന്നെല്ലാം പറയും, നമ്മൾ എന്താ പറയുക ഒറിഗാനോ ഇല്ലേ, അത് ഫ്രഷ് ആയിട്ടുള്ളതാ. കുറച്ച് കറിവേപ്പില, ഉള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് നേർപ്പിച്ചിട്ട് ആ വെള്ളം ഒന്നിട്ടാ കൊടുക്കൽ. അങ്ങനെ ആകുമ്പം പനി വരില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടം ഇങ്ങനെ കൃഷി ദീപം, ഈ കോഴി വളർത്തൽ, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കോഴി വളർത്തലെല്ലാം ഏകദേശം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ചിലതെല്ലാം നമ്മൾ എത്ര ആയിക്കഴിഞ്ഞാലും എന്തായാലും ചത്തുപോലെ, അന്നേരം കാണുമ്പോൾ സങ്കടവും. ഇതുവരെ ചത്തിട്ടില്ല, നമ്മൾ അന്ന് നായി കൊണ്ടുപോയതല്ലാണ്ട് പിന്നെ ചത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കുറച്ച് തേങ്ങയും കൂടി ഉരിച്ചിട്ടില്ലേ പോണം.
അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ മുറ്റത്തെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടയർഡാവും, എന്നാലില്ല മുറ്റം കാണുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയായിരിക്കും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്തൊക്കെ എല്ലാ ലേഡീസും ചെയ്യുന്ന തന്നെയായിരിക്കും. എന്നാലും ചെയ്യാത്തവരുണ്ടാവില്ലേ, വെറുതെ മൊബൈലിൽ ടൈം കളയുന്നവർ ചെയ്ത് നോക്കാം കേട്ടോ. മനസ്സിൻ്റെ സ്ട്രെസ്സ് മൊത്തം ഇറക്കി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇനിയിപ്പോൾ ഇതാ മുറ്റത്ത് കുറച്ച് സമയം ഇങ്ങനെ നടക്കും. പിന്നിൽ ചെടികൾക്കുള്ളിൽ വെള്ളം ഇങ്ങനെ സെൽഫായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു സംഭവം കാര്യങ്ങളെല്ലാം ആക്കിയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കുറച്ച് ആശ്വാസമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ ചെടികളും ഉണങ്ങിപ്പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ഫുൾ നനച്ചു കൊടുക്കണ്ടേ, അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയും കാര്യങ്ങളൊന്നും പിന്നെ പിടിച്ചിട്ടില്ല, പിടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഈ ഒരു സമയം സാധാരണ പിടിക്കലുണ്ട്. അങ്ങനെ മുറ്റം മൊത്തത്തിൽ ക്ലീനായിട്ട് കാണുമ്പില്ലേ മനസ്സിന് ഭയങ്കര സമാധാനം. മാഷാ അല്ലാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ തേങ്ങെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ടായിന്. പിന്നെ അന്ന് മുറിച്ച ആ മാവും കാര്യങ്ങളെല്ലാം ഒന്നത് അത് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിനെ. പിന്നെ അവരെടുക്കാൻ വന്നിട്ടില്ല. അങ്ങനെ അതുണ്ട്. പിന്നെ കുറച്ച് ഓലയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഈ ഭാഗം മൊത്തത്തിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ എനിക്ക് കഴിയൂല കേട്ടോ. കാര്യം നല്ലോണം കാട് പോലെ പുല്ലും കാര്യങ്ങളെല്ലാം വളരും. അത് എന്താ പറയുക, ആഴ്ചയിൽ വന്നിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ എൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. വീടും പരിസരം എല്ലാം വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാദ്യം ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നില്ലേ ഈ ബസ്സിൽ ചെറുതായിട്ട് മ്യൂസിക് സത്യം പറഞ്ഞാൽ കേൾക്കുന്നോലുമില്ല. ആ മ്യൂസിക് വന്നുകൊണ്ടാണ് കോപ്പിറൈറ്റ് വന്നത്. അത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്ക് എൻ്റെ വോയിസ് മൊത്തത്തിൽ കട്ടായിപ്പോയി. എന്നിട്ട് എന്നെ വീഡിയോ പ്രൈവറ്റാക്കി ഡിലീറ്റ് ചെയ്ത്. അങ്ങനെ ഇതിപ്പില്ലേ നമ്മൾ കോയിൻ വാങ്ങാൻ പോയ ദിവസമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ അന്ന് കുറേ ദിവസമായി മുഹമ്മദ് കോയിനെല്ലാം കളിപ്പിച്ച വീഡിയോക്ക് മുന്നേ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ. മുഹമ്മദിന് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ ട്രെയിനിലെല്ലാം പോകാൻ വേണ്ടിക്ക്. അങ്ങനെ നമ്മൾ പോയതാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാനിപ്പൂരി ദഹിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കില്ലാണ്ട് ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഉമ്മാനെ കൂട്ടിയിട്ട് ഞാൻ പോയി. എവിടെയാണെന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ കുട്ടികളെ മീറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ കൂട്ടിയിട്ട് പോകും. കാര്യം ഉമ്മ നല്ല ഒരു ഫ്രണ്ട്ലി വൈബാണ്. എന്താ പറയുക, ഇക്കില്ലാണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ, ഞാൻ, മൈസ, മെൻഹ, മുഹമ്മദ് അങ്ങനെ പോകും. നമ്മൾ ഉമ്മ മക്കളെ ബന്ധത്തിന് പുറമെ ഒരു ഫ്രണ്ട്സിനെ പോലെ നാലാളും. അതിപ്പം എൻ്റെ മക്കൾ എൻ്റെ ഉമ്മാനെ ഉമ്മാമ അങ്ങനെ ഒന്നും വിളിക്കലൊന്നുമില്ല, ഉമ്മ തന്നെയാണ് വിളിക്കൽ. എന്നാലും എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അപ്പുറപ്പുറം നമ്മൾ തുറന്നു അറിയും. അതുപോലെ തന്നെയല്ലേ ഇങ്ങനെ ചെടീൻ്റെ ഷോപ്പിലും ഈ കോഴികളെല്ലാം വളർത്തുന്ന ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോകുന്ന സ്ഥലങ്ങൾ ഇവിടെ ആയിരിക്കും. എൻ്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാക്കും അറിയാം, എൻ്റെ മക്കൾക്കും അറിയാം. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുവേ. എന്താ പറയുക, ഈ ഷോപ്പിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും മദ്യമറക്കുന്ന പോലെ എനിക്ക്. പ്രത്യേകിച്ച് ചെടീൻ്റെ ഷോപ്പിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നില്ല. എന്നിട്ട് ഉമ്മ കളിയാക്കിയിട്ട് അവരോട് പറയും, ഷോപ്പിൻ്റെ ആളോട് പറയും, ഇവളെ ഇവിടെ നിങ്ങൾക്ക് അടുത്തി ഉറക്കിക്കാനുള്ളൂ, രാത്രി വരെ കിടന്നുറങ്ങും, അത്രയ്ക്ക് ഇഷ്ടം നോക്കി ഇവിടുന്ന് പോകാൻ പോലും ഒക്കെ മനസ്സുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ മക്കളെ എൻ്റെ പർദ്ദെല്ലാം വലിച്ചു പിടിച്ചിട്ട് പറയും, വാ പോവാല മതിയെന്ന്. എന്നാലും എനിക്കില്ലേ എന്തോ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്ന പോലെ. അത് ഇതുപോലെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞാൽ എന്തായാലും മനസ്സിലാവാൻ പോകുന്നില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാർ, എനിക്കറിയാം. കോയിനെല്ലാം കണ്ടാൽ കോയിനെല്ലാം വാങ്ങുക അങ്ങനെയല്ലോ. പിന്നില്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോയിനെല്ലാം വാങ്ങി ഈ വീഡിയോ 2 ആഴ്ച മുന്നേ ഷൂട്ട് ചെയ്തതാണ്. ഈ ലാസ്റ്റ് ഭാഗത്തെ കോയിനെ വാങ്ങുന്നതെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.